പ്രണയസഖി ഭാഗം 4. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് എത്ര വേഗതയിൽ വന്നോ അതിലും ഇരട്ടി വേഗതയിലാണ് അവൻ തിരികെ വണ്ടി ഓടിക്കുന്നത്. വർണ്ണയാണെങ്കിൽ അതിനിടയിലും കാര്യമായ എന്തൊക്കെയോ ആലോചനകളിലാണ്. അത് അയാളുടെ അച്ഛനാണെങ്കിൽ ആ വീട് അയാളുടെ വീടല്ലേ, പിന്നെന്തിനാ വേറെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? ചിന്തിച്ച് ചിന്തിച്ച് ഒടുക്കം അവൾക്കാകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. ഇയാളെക്കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കണ്ണാ. അങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ ചിന്തിച്ച് ആകെ ഭ്രാന്ത് പിടിച്ചപ്പോഴാണ് അവൻ വീണ്ടും എവിടെയോ കൊണ്ടുപോയി വണ്ടി നിർത്തിയത്. നോക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ്. അവൻ അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇറങ്ങ്. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഇറങ്ങി. അവനും ഇറങ്ങി. അവൻ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിനുള്ളിലേക്ക് നടന്നു, പുറകെ അവളും. അകത്തേക്ക് കയറുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, വീട്ടു സാധനങ്ങൾ, മിക്സി, TV, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം അവിടെയുണ്ട്. അവൾ അതൊക്കെ ചുറ്റും ഒന്ന് നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാ വേണ്ടത്? അവൻ ചോദിച്ചു. പക്ഷേ കാഴ്ചകൾ കാണുന്ന തിരക്കിൽ അവൻ്റെ ചോദ്യമൊന്നും അവൾ കേട്ടില്ല. ഡി! അവൻ അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടി. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. വായി നോക്കി നിൽക്കാതെ വരാൻ നോക്ക്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കോണം. അത് പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഒരു സാധനം പോലും ഇല്ലാത്ത വീട്ടിലേക്ക് എന്ത് വാങ്ങിച്ച് തുടങ്ങണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഇനി അത് അവനോട് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി അവൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്തു തുടങ്ങി. അരി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി എന്നിങ്ങനെയുള്ള പൊടികളും പുട്ടുപൊടി, ഉപ്പ്, അതുപോലെ പരിപ്പ്, പയറ് എന്ന് വേണ്ട അത്യാവശ്യ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം അവൾ എടുത്തു. ഇനി കൂടുതൽ സാധനങ്ങൾ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലോ എന്ന ചിന്തയും അവൾക്കുണ്ടായിരുന്നു. അവൻ മുന്നിൽ വെറുതെ നടന്നു പോകുകയാണ്. അവൾ പിറകിലായി ഒരു ട്രോളിയും പിടിച്ചു നടന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ അവനെ വിളിച്ചു. അതെ, ഇത്രയും മതി. അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ഒരു ട്രോളിയിൽ 5-6 പാക്കറ്റ് സാധനങ്ങളുമായി നിൽക്കുന്ന അവളെ കണ്ടതും അവന് വലിച്ചു കീറി മതിലിൽ ഒട്ടിക്കാനാണ് തോന്നിയത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നീ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമോ? അവൻ്റെ ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും ഉള്ള ചോദ്യം ഉയർന്നു. ഓ, ഇത്രയും കുറവ് സാധനങ്ങൾ വാങ്ങിച്ചാൽ അത്രയും കുറച്ച് പണി ചെയ്താൽ മതി എന്നോർത്തിട്ടാണോ? അവൾ അത് കേട്ടതും ഞെട്ടിപ്പോയി. അങ്ങനെയൊരു കാര്യം അവൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവനോട് അങ്ങനെയൊന്നുമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് നാവ് പൊന്താത്ത ഒരവസ്ഥ. വായിങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിലെ ട്രോളി പിടിച്ച് വാങ്ങി മുന്നിൽ നടന്നു. അവൻ്റെ പിറകെ തന്നെ അവളും നടന്നു. അവൻ മുന്നിലായി നടക്കുന്നുണ്ട്. അവന് പിന്നിലായി തന്നെ അവളും നടന്നു. ഓരോന്നൊക്കെ നോക്കിയാണ് അവൾ നടക്കുന്നത്. അവനെ ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മുന്നോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞ് അവൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അവനെ നോക്കി അവളും തിരിഞ്ഞപ്പോഴാണ് അവൻ പിടിച്ചിരിക്കുന്ന ട്രോളി കാണുന്നത്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ചാടി. ഇത്രയും സാധനങ്ങളോ? അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഓൾറെഡി പിടിച്ചിരുന്ന ആ ഒരു ട്രോളി നിറഞ്ഞതുകൊണ്ട് അടുത്ത ട്രോളി എടുക്കാൻ വേണ്ടി പോയതാണവൻ. അവൾ ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി. അവൻ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് അവളൊന്ന് എത്തി നോക്കി. കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്ത ട്രോളി എടുത്ത് അതിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം വാങ്ങി നിറച്ചു. കുറേ സമയം കഴിഞ്ഞ് അവൻ ട്രോളിയായിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. അവിടെ പോയി സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് വീണ്ടും തിരിച്ചു പോയി. അവൻ അങ്ങോട്ട് പോയിട്ടും അവൾ അവിടെ തന്നെ നിന്നു. എന്താണ് വേണ്ടത് മാഡം? അവിടെ നിന്നിരുന്നൊരു സെയിൽസ്മാൻ പയ്യൻ വന്ന് അവളോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ഹസ്ബൻഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. അവളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ശിവ അങ്ങോട്ടേക്ക് തിരിച്ചെത്തി. അവൻ്റെ കയ്യിൽ കുറേ കിറ്റുണ്ടായിരുന്നു. മീൻ, ചിക്കൻ, ബീഫ്, അങ്ങനെ കുറേ നോൺ വെജ് സാധനങ്ങളും അവൻ അന്നേരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്ത് അവൻ ബില്ല് ചെയ്യാൻ കൊടുത്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ സാർ? ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ആൾ അവനോട് ചോദിച്ചു. ഇല്ല, ഇത് ബില്ല് ചെയ്തോളൂ. അവൻ്റെ മറുപടി കേട്ടതും അവർ ഓരോന്നായി ബില്ല് ചെയ്യാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞതും ഒരു 10-20 കവറിലായിട്ട് എല്ലാം കൂടെ പാക്ക് ചെയ്ത് വന്നു. എത്രയായി? 30,725 സാർ. അവൻ വേഗം അവൻ്റെ കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്ത് പണം കൊടുത്തു. എന്നാൽ ഇവിടെ ഒരാൾ പൈസയുടെ കണക്ക് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ കണ്ണാ, 30,725 രൂപയോ? ഇത്രയും പൈസ ഒരുമിച്ച് ചിലവാക്കാൻ ഇയാൾക്കെങ്ങനെ തോന്നി? അവളുടെ ചിന്ത അതായി. അയ്യോ, ഇനി ഈ കവറൊക്കെ എന്നോട് പിടിക്കാൻ പറയുമോ? അവൾ ആലോചിച്ചു. ആലോചനയൊക്കെ കഴിഞ്ഞ് അവൾ അവനെ നോക്കുമ്പോൾ കാണുന്നത് പുറത്തേക്ക് നടക്കുന്നവനെയാണ്. എൻ്റെ കണ്ണാ, ഇതത് തന്നെ. ഇത് മുഴുവൻ എന്നെ കൊണ്ടെടുപ്പിക്കാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ പിറകെ തന്നെ ആ കിറ്റൊക്കെ പിടിച്ച് സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് പോകുന്നുണ്ട്. ഹോ, ഭാഗ്യം, അതൊന്നും എനിക്കെടുക്കേണ്ടി വന്നില്ല. അവൾ അവൻ്റെ പുറകെ നടന്നു. സ്റ്റാഫ് അവൻ വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു.
എല്ലാം കഴിഞ്ഞ് അയാൾ പോയതും അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ കാറിലേക്ക് കയറി. ആ നോട്ടം അവളോട് കാറിൽ കയറാനാണെന്ന് അവൾക്ക് പറയാതെ തന്നെ മനസ്സിലായിരുന്നു. അത് കണ്ടതും കൂടുതലൊന്നിനും നിൽക്കാതെ അവളും കാറിലേക്ക് കയറിയിരുന്നു. വീണ്ടും കാറ് നീങ്ങിക്കൊണ്ടിരുന്നു. മൂകത മാത്രം. ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ ഹോൺ അടിക്കുന്ന ശബ്ദം പോലും അകത്തേക്ക് കേൾക്കുന്നില്ല. അവൾ ഓരോന്നൊക്കെ ചിന്തിച്ചിരുന്നു. അവനെ നോക്കിയില്ല. വീണ്ടും വണ്ടി എവിടെയോ കൊണ്ടുവന്ന് നിർത്തി. അത് കണ്ടതും അവൾ വീണ്ടും മുന്നിലേക്ക് നോക്കി. ഒരു ടെക്സ്റ്റൈൽസ് ആണ്, KM ടെക്സ്റ്റൈൽസ്. ഇവിടെ എന്തിനാ വന്നതെന്നാവോ? അവൾ ചിന്തിക്കാതിരുന്നില്ല. അപ്പോഴേക്കും അവൻ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം അവൻ ആദ്യം ഇറങ്ങി. അവളെ ഒന്ന് നോക്കിയപ്പോൾ അവളും ഇറങ്ങി. അവൻ മുന്നിൽ നടന്ന് ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറി. അകത്തേക്ക് കയറി അവൻ അവളെ തിരിഞ്ഞു നോക്കി. എന്താണ് വാങ്ങാനുള്ളതെന്ന് വെച്ചാൽ വാങ്ങ്. അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവിടെ കേട്ടു. അവളാണെങ്കിൽ എന്നോട് തന്നെയാണോ എന്ന രീതിയിൽ അവനെ തന്നെ അന്തിച്ചു നോക്കി നിന്നു. താൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ സ്റ്റക്കായതുപോലെയുള്ള അവളുടെ നിൽപ്പ് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാനാണ് പറഞ്ഞത്. അവൻ്റെ സ്വരത്തിൽ അല്പം കൂടി ദേഷ്യം കലർന്നു. അവൻ മുന്നിലായി നടന്നതും അവൾ അവൻ്റെ പിറകെ നടന്നു. അവൻ ലിഫ്റ്റ് കയറാനായി നിന്നു. ഇരുവരും ലിഫ്റ്റ് കയറി മുകളിലെ നിലയിലെത്തി. അവിടെ ഫുൾ ലേഡീസ് ഐറ്റംസ് ആയിരുന്നു. ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ വാങ്ങിക്ക്. ഇനി അതും ഇതും പറഞ്ഞ് എന്നെ വെറുതെ ശല്യം ചെയ്യാൻ പാടില്ല. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സ്വരം. അവൾ അവനെ നോക്കി നിൽക്കവേ ഒരു സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് വേണ്ടത് സാർ? അവനോട് ചോദിച്ചതും അവൻ അവളെയാണ് നോക്കിയത്. വൈഫിന് വേണ്ടിയാണോ? സ്റ്റാഫ് വീണ്ടും അവനോട് ചോദിച്ചു. അതെ, അവൻ മറുപടി പറഞ്ഞു. എന്ത് ടൈപ്പ് ഡ്രസ്സാണ് വേണ്ടത്? അയാൾ വീണ്ടും ചോദിച്ചു. അവൾ എന്ത് പറയണം എന്നറിയാതെ നിന്നു. ചോദിച്ചത് കേട്ടില്ലേ? എന്ത് ഡ്രസ്സ് വേണമെന്ന് പറയാൻ. അവൻ്റെ പരുക്കൻ ശബ്ദം അവളുടെ കാതുകളിൽ വന്ന് പതിച്ചു. കുർത്തി മതി. കുർത്തി മോഡൽ ടോപ്പൊക്കെ ആ സൈഡിലാണ് എന്ന് പറഞ്ഞ് അയാൾ അവളോട് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അവിടെ കുറേ ടോപ്പൊക്കെ എടുത്തിട്ടു. അവൾ അതിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ടോപ്പ് എടുത്തു. പിന്നെ അതിന് ചേരുന്ന 2 ലെഗിങ്സും എടുത്തു. ഇത് മതി, അവൾ സ്റ്റാഫിനോട് പറഞ്ഞു. ഇത് പാക്ക് ചെയ്തോട്ടെ? അയാൾ ചോദിച്ചു. അവൾ അങ്ങോട്ട് അല്പം നീങ്ങി നിൽക്കുന്നവനെ നോക്കി. അവൻ ഫോണിൽ ആരോടോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൻ അവളെയും നോക്കിയിരുന്നു. അവൻ അവളോട് എന്താണ് നോക്കുന്നതെന്ന രീതിയിൽ പുരികമുയർത്തി. അവൾ കഴിഞ്ഞു എന്ന് കണ്ണു കാണിച്ചു. അവൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് നോക്കി. അത് കണ്ടതും അവൻ അവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവളാണെങ്കിൽ അവനെ തന്നെ നിഷ്കളങ്കമായി നോക്കി നിൽക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കയ്യിൽ പിടിച്ച് നീക്കി നിർത്തി. നീ എന്താ വല്ല ടൂറ് പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? അവൾ അവനെ എന്താണെന്ന രീതിയിൽ അപ്പോഴും ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. ഈ 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണോ വന്നത്? ദേ, ഇനി ഇങ്ങനെ കൊണ്ടുവരുമെന്നൊന്നും വെറുതെ വ്യാമോഹിക്കണ്ട. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ ഇപ്പോൾ തന്നെ എടുക്കാനാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ കൊണ്ടുവരലൊന്നും ഉണ്ടാവില്ല. ഉള്ളതെടുത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ശേഷം അവൻ അവളുടെ അടുത്ത് നിന്ന് നീങ്ങി തുണികളെല്ലാം ഒന്ന് നോക്കി. ശേഷം അതിൽ നിന്ന് അവളുടെ പാകത്തിനുള്ള കുറച്ച് ഡ്രസ്സ് എടുത്തു. സാരിയൊക്കെ എവിടെയാ? അവൻ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിച്ചു. ആ സൈഡിലായിട്ടാണ് സാർ. അവൻ അങ്ങോട്ട് പോയി കുറേ സാരിയും എടുത്തു. അതിന് കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസും എടുത്തു. അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവൻ്റെ പിറകെ നടന്നു. ഇത്രയൊക്കെ ഡ്രസ്സ് എനിക്കെന്തിനാ? ഇത്രയധികം പൈസ എന്തിനാ ഇങ്ങനെ വെറുതെ ചിലവാക്കുന്നത്? അവൻ ഡ്രസ്സ് എടുക്കുന്നത് കണ്ടതും ആലോചനയോടെ അതൊക്കെയാണ് ചിന്തിച്ചത്. ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ വാങ്ങണോ? അവൻ അവളോട് കടുപ്പിച്ച് ചോദിച്ചു. അവൾക്ക് അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കുകയാണ് ചെയ്തത്. ഇത്രയധികം ഡ്രസ്സ് എടുത്തിട്ട് ഇനിയും എടുക്കാനോ? എൻ്റെ കണ്ണാ, അവൾ അറിയാതെ തന്നെ മനസ്സിൽ പറഞ്ഞു പോയി. ഇത് മതി, ഇനി 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 വേണ്ട. അവൾ ഒരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു. അവൻ അവളെ കണ്ണുമിഴിച്ചൊന്ന് നോക്കി. അത് കണ്ടതും അവൾക്ക് ഭയമായി. അവനാണെങ്കിൽ താൻ പറയാൻ ഉദ്ദേശിച്ചത് എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. ഇങ്ങനെ ഒരെണ്ണം അവൻ മനസ്സിൽ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇതുമാത്രം ഇട്ട് നടന്നാൽ മതിയോ? നിനക്ക് ഇന്നറൊന്നും വേണ്ടേ? അവൻ താഴ്ന്ന സ്വരത്തിൽ അവളോട് കടുപ്പിച്ച് ചോദിച്ചു. എന്നാൽ അവൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൾക്ക് അങ്ങനെയൊരു കാര്യം ഓർമ്മ വന്നത് പോലും. അവൻ ചോദിച്ചതും അവൾക്ക് അവനെ തല ഉയർത്തി നോക്കാൻ തോന്നിയില്ല. അവൾക്ക് അവനെ നോക്കാൻ വല്ലാതെ തോന്നി. കാരണം അവൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള കാര്യം അവൾ ഓർത്തത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. പക്ഷേ അതവൻ കാണും മുൻപ് അവൾ കണ്ണടച്ച് താഴത്തേക്ക് വീഴ്ത്തി. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ തന്നെ സ്റ്റാഫിനോട് എവിടെയാണ് ഇന്നറെന്ന് ചോദിച്ച് അയാൾ കാണിച്ച ഭാഗത്തേക്ക് പോയി.
അവളും അവൻ്റെ പിറകെ തന്നെ നടന്നു. അവിടെ പോയി നിൽക്കുമ്പോഴും അവിടെയുള്ളത് ഒരു ലേഡി സ്റ്റാഫായിരുന്നു. എന്നാലും അവൻ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് സൈസൊക്കെ പറഞ്ഞു വാങ്ങാൻ വല്ലാതെ തോന്നി. അവനത് മനസ്സിലാക്കിയതുപോലെ അവിടെ നിന്ന് മാറി നിന്നു. അവൻ മാറി നിന്നതും അവൾ സ്റ്റാഫിനോട് സൈസൊക്കെ പറഞ്ഞു കൊടുത്ത് അവൾ ഇന്നറൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവൾ അവനെ തല ഉയർത്തി നോക്കിയില്ല. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കാണ് മടങ്ങിയത്. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു. വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇരുവരും ചേർന്നാണ് വീടിനകത്തേക്ക് വെച്ചത്. ഇത്ര സമയമായിട്ടും രണ്ടുപേരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വെക്കാനുള്ള പാത്രമൊന്നുമില്ല. അവനോട് സംസാരിക്കാൻ അവൾക്ക് എന്തോ പോലെ തോന്നി. എന്നാലും ഇതൊരു അത്യാവശ്യ കാര്യമാണല്ലോ. കാരണം ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് വെക്കാനുള്ള പാത്രമില്ലെന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് കരുതി അവൾ വീടിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന അവൻ്റെ അടുത്തേക്ക് നടന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.